ഇന്ത്യൻ റെയിൽവേ യാത്രക്കാർക്ക് കൂടുതൽ സുഗമവും സുരക്ഷിതവുമായ യാത്രാനുഭവം ഉറപ്പാക്കാൻ വിമാനത്താവളങ്ങളിലേതിന് സമാനമായ കർശനമായ ലഗേജ് നിയന്ത്രണങ്ങൾ നടപ്പാക്കാൻ ഒരുങ്ങുകയാണ്. ഈ പുതിയ നിയമങ്ങൾ യാത്രാ ക്ലാസിനനുസരിച്ച് ലഗേജിന്റെ ഭാരവും വലിപ്പവും നിയന്ത്രിക്കുകയും പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിൽ ഇലക്ട്രോണിക് വെയിങ് മെഷീൻ ഉപയോഗിച്ച് പരിശോധന നടത്തുകയും ചെയ്യും. അനുവദനീയമായ പരിധിക്കപ്പുറം ഭാരമോ വലിപ്പമോ ഉള്ള ലഗേജിന് അധിക ഫീസോ പിഴയോ ഈടാക്കും. ഈ നീക്കം ട്രെയിനുകളിലെ തിരക്ക് കുറയ്ക്കാനും യാത്രാസുഖം വർദ്ധിപ്പിക്കാനും സുരക്ഷ ഉറപ്പാക്കാനും ലക്ഷ്യമിടുന്നു. കൂടാതെ പ്രധാന സ്റ്റേഷനുകളിൽ ആധുനിക സൗകര്യങ്ങളും പ്രീമിയം റീറ്റെയിൽ ഷോപ്പുകളും ഒരുക്കി വിമാനത്താവളങ്ങളെ അനുസ്മരിപ്പിക്കുന്ന അന്തരീക്ഷം സൃഷ്ടിക്കാനും റെയിൽവേ ലക്ഷ്യമിടുന്നു. പുതിയ ലഗേജ് നിയന്ത്രണങ്ങളുടെ വിശദാംശങ്ങൾ, അവയുടെ നടപ്പാക്കൽ, സ്റ്റേഷൻ നവീകരണം, യാത്രക്കാർക്ക് ഇതെങ്ങനെ ബാധിക്കും എന്നിവ വിശദമായി പരിശോധിക്കാം. ഇന്ത്യൻ റെയിൽവേ യാത്രാ ക്ലാസുകളെ അടിസ്ഥാനമാക്കി ലഗേജിന്റെ അനുവദനീയ ഭാരം വ്യക്തമായി നിശ്ചയിച്ചിട്ടുണ്ട്. ഈ നിയന്ത്രണങ്ങൾ വിമാനയാത്രയിലെ ലഗേജ് നിയമങ്ങളോട് സാമ്യമുള്ളതാണ്. പുതിയ നിയമങ്ങൾ അനുസരിച്ച് ഓരോ യാത്രാ ക്ലാസ്സിനും വ്യത്യസ്ത ഭാരപരിധികളാണ് ഉള്ളത്. AC ഫസ്റ്റ് ക്ലാസ്സിൽ 70 കിലോഗ്രാം, AC 2 ടയറിൽ 50 കിലോഗ്രാം, AC 3 ടയർ, സ്ലീപ്പർ ക്ലാസുകളിൽ 40 കിലോഗ്രാം, ജനറൽ ക്ലാസ്സിൽ 35 കിലോഗ്രാം എന്നിങ്ങനെയാണ് പുതിയ പരിധികൾ. ഭാരപരിധി കൂടാതെ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വലിയ ബാഗേജുകൾക്ക് ഭാരം കുറവാണെങ്കിൽ പോലും പിഴ ചുമത്തും. ഈ ഭാരപരിധിക്ക് പുറമെ ലഗേജിന്റെ വലിപ്പവും നിരീക്ഷിക്കപ്പെടും. 100 കിലോഗ്രാമിൽ കൂടുതൽ ഭാരമെങ്കിൽ ബൾക്കി സർചാർജ് ഈടാക്കും. എന്നാൽ അളവ് 10% വരെ കവിഞ്ഞാലും ഭാരം 100 കിലോഗ്രാമിനുള്ളിലാണെങ്കിൽ ഇത് ബൾക്കിയായി കണക്കാക്കില്ല. അനുവദനീയ ഭാരപരിധി അല്പം കവിഞ്ഞാൽ 1.5 മടങ്ങ് നിരക്കിൽ അധിക ഫീസ് ഈടാക്കും. എന്നാൽ ഈ മാർജിനൽ അലവൻസ് കവിഞ്ഞാൽ സാധാരണ നിരക്കിന്റെ 6 മടങ്ങ് വരെ പിഴ ഈടാക്കാം. സൈക്കിളുകൾ, സ്കൂട്ടറുകൾ തുടങ്ങിയ വലിയ വസ്തുക്കൾക്ക് സൗജന്യ അലവൻസ് ലഭിക്കില്ല. അവ ലഗേജ് ഓഫീസിൽ മുൻകൂട്ടി ബുക്ക് ചെയ്യണം. പൊട്ടുന്ന വസ്തുക്കൾ, സ്ഫോടക വസ്തുക്കൾ, ജ്വലന വസ്തുക്കൾ, ആസിഡുകൾ, ശൂന്യമായ ഗ്യാസ് സിലിണ്ടറുകൾ, ചത്ത കോഴികൾ തുടങ്ങിയവ ലഗേജായി അനുവദനീയമല്ല. പുതിയ ബാഗേജ് നിയന്ത്രണങ്ങൾ ആദ്യഘട്ടത്തിൽ നോർത്ത് സെൻട്രൽ റെയിൽവേ മേഖലയിലെ പ്രധാന സ്റ്റേഷനുകളാണ് നടപ്പിലാക്കുക. പ്രയാഗ്രാജ് ജംഗ്ഷൻ, പ്രയാഗ്രാജ് ചേവോക്കി, സുബേദാർഗഞ്ച്, കാൺപൂർ സെൻട്രൽ, മിർസാപൂർ, തുംഡ്ല, അലിഗഡ് ജംഗ്ഷൻ, ഗോവിന്ദ്പുരി, ഇറ്റാവ, ലക്നൗ ചാർബാഗ്, ബനാറസ് എന്നിവ ഈ സ്റ്റേഷനുകളിൽ ഉൾപ്പെടുന്നു. ഈ സ്റ്റേഷനുകളിൽ ഇലക്ട്രോണിക് തൂക്കമാപിനികൾ സ്ഥാപിക്കും. യാത്രക്കാർക്ക് പ്ലാറ്റ്ഫോമിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ലഗേജ് പരിശോധിക്കേണ്ടതുണ്ട്. ലഗേജ് അനുവദനീയ പരിധിക്കുള്ളിലാണോ എന്ന് ഉറപ്പാക്കിയ ശേഷം മാത്രമേ പ്ലാറ്റ്ഫോം പ്രവേശനം അനുവദിക്കൂ. ഈ നടപടി ട്രെയിനുകളിലെ തിരക്ക് കുറയ്ക്കാനും ബോർഡിംഗ് പ്രക്രിയ വേഗത്തിലാക്കാനും യാത്രാ സുരക്ഷ വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിടുന്നുണ്ട്. പ്രയാഗ്രാജ് ഡിവിഷന്റെ സീനിയർ ഡിവിഷണൽ കൊമേഴ്ഷ്യൽ മാനേജർ ഹിമാൻഷു ശുക്ലയുടെ അഭിപ്രായത്തിൽ ഈ നയം പ്രത്യേകിച്ച് ദീർഘദൂര യാത്രക്കാർക്ക് കൂടുതൽ സുഖവും കാര്യക്ഷമതയും ഉറപ്പാക്കും. ലഗേജ് നിയന്ത്രണങ്ങൾക്കൊപ്പം ഇന്ത്യൻ റെയിൽവേ സ്റ്റേഷനുകളെ ആധുനികവും യാത്രക്കാർക്ക് സൗകര്യപ്രദവുമായ ഇടങ്ങളാക്കി മാറ്റാൻ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി വൻ നിക്ഷേപം നടത്തുന്നു. പ്രയാഗ്രാജ് ജംഗ്ഷൻ 960 കോടി രൂപയുടെ നിക്ഷേപത്തോടെ ഒരു മാതൃകാ റെയിൽ ഹബ്ബാക്കി മാറ്റപ്പെടുകയാണ്. 9 നിലകളുള്ള ഒരു ആധുനിക ടെർമിനൽ, വിശാലമായ വെയിറ്റിംഗ് ലോഞ്ചുകൾ, ഹൈസ്പീഡ് വൈഫൈ, സോളാർ എനർജി സിസ്റ്റങ്ങൾ, മഴവെള്ള സംഭരണി, ഓട്ടോമേറ്റഡ് ടിക്കറ്റ് വെൻഡിംഗ് മെഷീനുകൾ, ഡിജിറ്റൽ ഇൻഫർമേഷൻ ഡിസ്പ്ലേകൾ എന്നിവ ഇതിൽ ഉൾപ്പെടും. 2026 ഡിസംബർ മുതൽ സാധുവായ ട്രെയിൻ ടിക്കറ്റ് ഉള്ളവർക്ക് മാത്രമേ ടെർമിനൽ ഏരിയയിലേക്ക് പ്രവേശനം അനുവദിക്കൂ. ഇത് വിമാനത്താവളങ്ങളിലെ ബോർഡിംഗ് പാസ് സംവിധാനത്തിന് സമാനമാണ്. യാത്രക്കാരല്ലാത്തവർക്ക് വിസിറ്റർ പാസ്സായി പ്രവർത്തിക്കുന്ന പ്ലാറ്റ്ഫോം ടിക്കറ്റ് ആവശ്യമാണ്. കൂടാതെ നവീകരിച്ച സ്റ്റേഷനുകളിൽ വസ്ത്രങ്ങൾ, പാദരക്ഷകൾ, ഇലക്ട്രോണിക്സ്, യാത്രാ സാമഗ്രികൾ എന്നിവ വിൽക്കുന്ന പ്രീമിയം റീറ്റെയിൽ ഔട്ട്ലെറ്റുകളും സ്ഥാപിക്കും. ഈ ഷോപ്പുകൾ വിമാനത്താവളത്തിലെ ഷോപ്പിംഗ് ഏരിയകളെ അനുസ്മരിപ്പിക്കുന്നവയായിരിക്കും. യാത്രക്കാർക്ക് സൗകര്യവും റെയിൽവേക്ക് അധിക വരുമാനവും ഇത് നൽകും. പ്രയാഗ്രാജ് ജംഗ്ഷന്റെ ഈ മാറ്റങ്ങൾ കുംഭമേള, മഹാകുംഭമേള തുടങ്ങിയ വൻ ജനാവലി പ്രതീക്ഷിക്കുന്ന പരിപാടികൾ കൈകാര്യം ചെയ്യാൻ സഹായിക്കും. സ്റ്റേഷൻ ദിവ്യാംഗ് സൗഹൃദവും സാംസ്കാരികമായി സമന്വയിപ്പിച്ചതും സോളാർ എനർജിയിൽ പ്രവർത്തിക്കുന്ന ഗ്രീൻ ബിൽഡിംഗ് ആയും രൂപകൽപ്പന ചെയ്യപ്പെടും. ഈ പുതിയ നിയന്ത്രണങ്ങൾ യാത്രക്കാർക്ക് ചില മാറ്റങ്ങൾ അനുഭവപ്പെടുത്തും. ലഗേജ് തൂക്കേണ്ടതിനാൽ യാത്രക്കാർ സ്റ്റേഷനിൽ നേരത്തെ എത്തേണ്ടതുണ്ട്. വിമാനയാത്രയ്ക്ക് മുമ്പ് ചെക്ക് ഇൻ ചെയ്യുന്നതിന് സമാനമായാണ് അത്.
അനുവദനീയമായ പരിധിക്ക് അപ്പുറമുള്ള ലഗേജ് ബുക്ക് ചെയ്യാൻ യാത്രക്കാർ ലഗേജ് ഓഫീസിൽ മുൻകൂട്ടി എത്തേണ്ടി വരും. ട്രെയിനിന്റെ പുറപ്പാടിന് കുറഞ്ഞത് 30 മിനിറ്റ് മുമ്പെങ്കിലും. അനുവദനീയ വലുപ്പത്തിനപ്പുറമുള്ള ലഗേജ് ട്രെയിനിന്റെ ബോർഡിംഗ് സ്ഥലത്ത് തടസ്സം സൃഷ്ടിക്കുന്നുവെങ്കിൽ ഭാരം പരിധിക്കുള്ളിലാണെങ്കിൽ പോലും പിഴ ഈടാക്കാം. ഈ നിയന്ത്രണങ്ങൾ തിരക്ക് കുറയ്ക്കാനും യാത്രാ സുരക്ഷ മെച്ചപ്പെടുത്താനും ബോർഡിംഗ് പ്രക്രിയ വേഗത്തിലാക്കാനും സഹായിക്കും. എന്നാൽ ചില യാത്രക്കാർക്ക്, പ്രത്യേകിച്ച് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് അധിക ഫീസുകൾ ഒരു ബുദ്ധിമുട്ടായി മാറിയേക്കാം. റെയിൽവേ ഈ മാറ്റങ്ങൾ സുഗമമായി നടപ്പാക്കാൻ വ്യക്തമായ അറിയിപ്പുകളും സ്റ്റേഷനുകളിൽ വിവരങ്ങൾ പ്രദർശിപ്പിക്കുന്ന ബോർഡുകളും പരിശീലനം ലഭിച്ച ജീവനക്കാരെയും ഒരുക്കണമെന്ന് ഉദ്യോഗസ്ഥർ ശുപാർശ ചെയ്യുന്നുണ്ട്. യാത്രക്കാർക്ക് ഈ നിയന്ത്രണങ്ങൾ മനസ്സിലാക്കി ലഗേജ് പരിധിക്കുള്ളിൽ പാക്ക് ചെയ്യുന്നതും ആവശ്യമെങ്കിൽ മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നതും അനാവശ്യ ചെലവുകൾ ഒഴിവാക്കാൻ സഹായിക്കും. ഇന്ത്യൻ റെയിൽവേയുടെ പുതിയ ലഗേജ് നിയന്ത്രണങ്ങൾ വിമാനത്താവള ശൈലിയിലുള്ള കർശനമായ പരിശോധനകളിലൂടെയും ആധുനിക സ്റ്റേഷൻ സൗകര്യങ്ങളിലൂടെയും യാത്രാ അനുഭവത്തെ പരിവർത്തനം ചെയ്യാൻ ലക്ഷ്യമിടുന്നു. AC ഫസ്റ്റ് ക്ലാസ് മുതൽ ജനറൽ ക്ലാസ് വരെ ക്ലാസ് അനുസരിച്ച് വ്യക്തമായ ഭാരപരിധികൾ, വലിപ്പ നിയന്ത്രണങ്ങൾ, ഇലക്ട്രോണിക് തൂക്കമാപിനികൾ എന്നിവ ട്രെയിനുകളിലെ തിരക്ക് കുറയ്ക്കാനും സുരക്ഷയും സുഖവും വർദ്ധിപ്പിക്കാനും ഉദ്ദേശിച്ചുള്ളവയാണ്. പ്രയാഗ്രാജ് ജംഗ്ഷൻ പോലുള്ള സ്റ്റേഷനുകളിലെ വൻ നവീകരണ പദ്ധതികൾ, പ്രീമിയം റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ, ഹൈസ്പീഡ് വൈഫൈ, സോളാർ എനർജി, മഴവെള്ള സംഭരണം എന്നിവ റെയിൽവേ സ്റ്റേഷനുകളെ വിമാനത്താവളങ്ങളോട് സമാനമായ ആധുനികവും യാത്രക്കാർക്ക് സൗഹൃദപരവുമായ ഇടങ്ങളാക്കി മാറ്റും. എന്നാൽ ഈ മാറ്റങ്ങൾ യാത്രക്കാർക്ക്, പ്രത്യേകിച്ച് സാധാരണക്കാർക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയേക്കാം. പ്രത്യേകിച്ച് അധിക ഫീസുകളും നേരത്തെ എത്തേണ്ട ആവശ്യവും. വ്യക്തമായ മാർഗനിർദ്ദേശങ്ങളും യാത്രക്കാരുടെ സഹകരണവും ഈ പുതിയ സംവിധാനം വിജയകരമാക്കാൻ അത്യാവശ്യമാണ്. ഈ മാറ്റങ്ങൾ ഇന്ത്യൻ റെയിൽവേയെ കൂടുതൽ കാര്യക്ഷമവും ആധുനികവും യാത്രക്കാർക്ക് സൗകര്യപ്രദവുമായ ഒരു യാത്രാമാർഗമാക്കി മാറ്റുമെന്നാണ് പ്രതീക്ഷ.